മാരുതിയുടെ ഏറ്റവും പുതിയ മോഡലായ ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റിൻ്റെ 10,000 കിലോമീറ്ററിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ. വ്യത്യസ്തമായ പുതിയ വണ്ടികൾ ഓരോ മാസവും ഇറങ്ങുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രോങ്സ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ ഫ്രോങ്സ് എടുത്തിട്ട് ഏകദേശം ഒരു 5 മാസമായി. അപ്പോൾ ഈ 5 മാസം കൊണ്ട് നമ്മൾ ഏകദേശം 10,200 സംതിങ് കിലോമീറ്റർ ഓടി. അപ്പോൾ ഈ കിലോമീറ്റർ ഓടിയപ്പം എൻ്റെ ഫ്രോങ്സ് എന്ന് പറയുമ്പം മാരുതി തന്നെ സീറ്റ മോഡലാണ്. സീറ്റയുടെ അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള സീറ്റ 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷനാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ കേട്ടോ. ഈ 10,000 കിലോമീറ്റർ ഓടിയപ്പം നമുക്ക് എത്ര മൈലേജ് കിട്ടി, അപ്പം വണ്ടിയുടെ കംഫോർട്ട് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ മനോഹരമായിട്ട് റോട്ടിൽ ഓടിച്ചുകൊണ്ട് പറയാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പെരുമാങ്കണ്ടത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള റോഡാണ്. ഇത് കല്ലൂർക്കാട് വരെ നല്ല ഒരു 3-4 കിലോമീറ്റർ അടിപൊളിയായിട്ട് പണിതേക്കുന്ന ഒരു കിട്ടിയ റോഡാണ്. ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഫ്രോങ്സ് എങ്ങനെയാണ്, വണ്ടിയുണ്ട്, ഓടിക്കാൻ സുഖമാണോ, അപ്പം അവർക്കൊക്കെ എടുക്കാൻ വേണ്ടി ഒരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നാളും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യം ഗ്രാൻഡ് വിറ്റാറാണ് ബുക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ഈ ഫ്രോങ്സ് ലോഞ്ച് ചെയ്തത് പെട്ടെന്ന്. അപ്പം ഈ ഗ്രാൻഡ് വിറ്റായുടെ ഫ്രണ്ടും ഫ്രോങ്സിൻ്റെ ഫ്രണ്ടും കണ്ട് ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും കേട്ടോ. പക്ഷേ വണ്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഫ്രോങ്സിലോട്ട് മാറാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു പ്രൈസിലാണ് ഈ വണ്ടി ആ ഒരു സമയത്ത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാൻ ഇച്ചിരി ഒരു ഓവർ പ്രൈസായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വണ്ടി നല്ലതായിരിക്കും പക്ഷേ. എന്നാലും ഈ ഫ്രോങ്സ് ഒരു ക്രോസ് ഓവർ SUV ടൈപ്പ് ആണെങ്കിലും മാരുതിയുടെ മറ്റു വണ്ടികളൊക്കെ ഓടിക്കുന്നത്, ഇപ്പോൾ ബലേന ആണെങ്കിലും നമ്മുടെ കണ്ടിട്ടുള്ള ഇതിനു മുമ്പ് എസ്ക്രോസ് ആണെങ്കിലും മറ്റു വണ്ടികളൊക്കെ ഓടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു കംഫോർട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വണ്ടികളൊക്കെ ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ വണ്ടിയുടെ കംഫോർട്ട് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. വളരെ മികച്ച രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം പുതിയതായിട്ട് ഈ വണ്ടിയുടെ CNG മോഡലൊക്കെ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് എടുക്കുക. ചില ആളുകളൊക്കെ ഇത് ബലേനോ പോലെ തന്നെയാണ് ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബലേനോ ആയിട്ട് ഇത് യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ ഈ ഹാച്ച് ബാക്ക് വണ്ടികൾ പോയാൽ അടി തട്ടുന്ന സ്ഥലത്തോടൊക്കെ ഈ വണ്ടി ഇങ്ങനെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അടിയും തട്ടിയിട്ടില്ല ഇതുവരെ. ചെറിയൊരു ഓഫ് റോഡ് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചൊക്കെ പോവുക ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ ഹൈ റേഞ്ചിൽ അത്യാവശ്യം നല്ല കുഴിയാണ്. അവിടെയൊക്കെ ശരിക്കും ഹാച്ച് ബാക്ക് വണ്ടി പോയാൽ ശരിക്കും അടി തട്ടുന്ന സ്ഥലമാണ്. കാരണം വളരെ കൂളായിട്ട് വണ്ടി കയറി പോകും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡ് വേണമെങ്കിൽ പോവാം. ഫ്രോങ്സ് ഇറങ്ങിയിട്ട് അധിക കാലം ആയില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു 10,000 കിലോമീറ്ററൊക്കെ മുകളിലേക്ക് ഓടിയേക്കുന്ന എത്ര ഫ്രോങ്സ് വണ്ടികളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഓടിച്ചപ്പം എനിക്ക് ഏകദേശം ഒരു 15.3 വെച്ചൊരു മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഒരു 14.5ഒക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നോട്ട് ഓടുന്തോറും നമ്മൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഏരിയ തൊടുപുഴ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഹിൽ ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു 14 കിലോമീറ്റർ താഴെ മൈലേജ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു യാത്രാ സൗകര്യമാണ് ഈ വണ്ടി കൊണ്ട് ഉദ്ദേശിക്കണമെങ്കിൽ ഈ വണ്ടി എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ മൈലേജ് ഈ പറഞ്ഞ പോലെ 20, കമ്പനി 21ഒക്കെയാണ് പറയുന്നതെങ്കിലും നമുക്കൊരു 16-17 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി 2-3 സർവീസിനെ കഴിയുമ്പോൾ അത് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ RPM ഒക്കെ ഒരു 1-2 ഇടയ്ക്കിട്ട് ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മൈലേജ് കിട്ടുള്ളൂ. നമ്മൾ ടർബോ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ വണ്ടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത്യാവശ്യം പെട്രോൾ കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 1.5 RPM ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് മൈലേജിനേക്കാളും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയുടെ യാത്രാ സൗകര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫ്രോങ്സ് ചൂസ് ചെയ്ത് തന്നെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫ്രോങ്സ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും മറ്റു കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയുടെ 2 മോഡലാണ്. 1.2 ലിറ്ററും ഉണ്ട്, 1 ലിറ്ററും ഉണ്ട്. അപ്പോൾ എൻ്റെ 1 ലിറ്റർ ടർബോ ആണ്. അപ്പോൾ ഈ ടർബോ ഉള്ള വണ്ടികൾക്ക് ഒരു ടർബോ ലാഗിങ് മെയിനായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഈ ടർബോ ഒന്ന് ചാർജ് ആയി വരച്ച സമയം എടുക്കുക. അതായത് നമ്മളൊരു കയറ്റമൊക്കെ കയറുമ്പം വണ്ടി ഒന്ന് ഇപ്പോൾ തേർഡ് ഗിയറിലിട്ട് പോകുമ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്ലോ ആയാൽ പിന്നെ അടുത്ത ഗിയറിലോട്ട് വരുമ്പോൾ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻസ് ഗിയറിട്ട് ഒന്ന് ആക്സിലേറ്റർ പമ്പ് ചെയ്താൽ അത് ഓക്കെ ആവും. അപ്പോൾ നിങ്ങൾക്കത് ഓടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഉള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ യാത്രാ സൗകര്യവും ഈ 10,000 കിലോമീറ്റർ ഓടിയപ്പോഴുള്ള ഒരു യാത്രാ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. അല്ലാതെ വണ്ടിയുടെ ഫുൾ സ്പെസിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് പല വീഡിയോസിലാണ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ഇനി ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മൈലേജ് എന്നൊരൊറ്റ ഇത് മാത്രം നോക്കി നിങ്ങൾ വണ്ടി എടുക്കണ്ട. പിന്നെ കൂടുതൽ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിലൊരു വണ്ടി, യാത്രാ സൗകര്യമുള്ള മാരുതിയുടെ മറ്റു വാഹനങ്ങളെക്കാളൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത്
നല്ല ലോങ് ഡ്രൈവൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ഫ്രോങ്സ്. ആ ഒരു കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രോങ്സ് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുകൊണ്ട് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.